ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ഡ്യൂട്ടിക്ക് തടസ്സം നിൽക്കാനും നിയമത്തിനെ വെല്ലുവിളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇതിന്റെയൊക്കെ പിന്നാമ്പുറത്ത് നിങ്ങൾ കൂടി ഉണ്ടെന്ന് എഴുതി ചേർക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരിക്കുക. അത് നിങ്ങളാരും മറക്കണ്ട. കോടതി ഉത്തരവിന്റെ ബലത്തിൽ സാറും സാറിന്റെ കൂടെയുള്ളവരും എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷേ കൊണ്ടുപോകുന്നത് എന്റെ മോളെയാ. അതിന് ഞാൻ കണക്ക് ചോദിച്ചിരിക്കും സാർ. നിങ്ങൾ ഇവരെ പിടിച്ച് വണ്ടി കേട്ട് നടക്കങ്ങോട്ട് നടക്കടി. നിങ്ങൾ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? ജയിലിലേക്ക് കൊണ്ടുപോകുന്നവർക്ക് ഒരു മിനിമം പരിഗണനയെങ്കിലും കിട്ടണമെങ്കിൽ അല്പം ശാന്തമായി പെരുമാറാൻ പഠിക്കണം. ആ ശാന്തതയാണ് ചന്ദ്രശേഖരന്റെ വക്കീല് കാണിച്ചതല്ലേ? ഞാൻ ഏർപ്പാടാക്കിയ വക്കീല് എന്ത് കാണിച്ചു എന്ന് നിങ്ങൾ പറയുന്നേ? അയാൾ ഇവിടെ എന്താ ചെയ്തത്? പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് മുഴുവൻ തലയാട്ടി കൊടുത്തതല്ലാതെ എന്തെങ്കിലും വാദഗതികൾ ഉണ്ടായിരുന്നോ? വരുണിനെയോ രാധികയോ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. പകരം ശിക്ഷിക്കാൻ കൂട്ടുനിൽക്കായിരുന്നു. എനിക്കത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട്. ഒരു കാര്യം താൻ ഉറപ്പിച്ചോ, ഏർപ്പാടാക്കിയ ഈ അഡ്വക്കേറ്റുമായിട്ട് ഈ കേസ് മുന്നോട്ട് പോകാൻ ഞാൻ അനുവദിക്കില്ല. വാദിക്കാൻ അറിയുന്ന, ജയിക്കാൻ കഴിയുന്ന അഡ്വക്കേറ്റിനെ ഞാൻ കൊണ്ടുവന്ന് നിർത്തും ഈ കോടതിയിൽ. അന്ന് ചിലപ്പോ പലതിനും ചന്ദ്രശേഖരന് ഉത്തരം പറയേണ്ടി വരും. ഒരുപക്ഷെ കാണികളുടെ കൂട്ടത്തിൽ നിന്നായിരിക്കില്ല ചന്ദ്രശേഖരനെ വിചാരണ ചെയ്യുന്നത്. കോടതി തീരുമാനിച്ച നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും മിസ്റ്റർ ചന്ദ്രശേഖർ. മനസ്സിലായോ?